അയ്യോ അമ്മേ. ചാകാറായി, ഇനി അവനെ വിട്ടേക്കട്ടെ സാർ. ബാക്കി രൂപ എന്നെത്തിക്കൂന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിട്ടാ മതി. അവൻ എന്ത് പറഞ്ഞു? പറഞ്ഞതോ പുതിയതായി സാറിറക്കിയ ഭക്തിഗാനങ്ങളൊക്കെ റാപ്പ് മ്യൂസിക് ആണെന്ന്. മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചർലെസ് ഫെലോസ്. താൻ എന്തിനാടോ ചിരിച്ചേ? വെറുതെ വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലിതബന്ധുക്കൾ പറഞ്ഞോ? വിളിക്കവനെ. അവനെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ആരെ? പ്രസാദിനെ. അവനെയും വിളിക്കേ. എന്നെ താഴ്ത്തെത്തുന്നു. നിങ്ങളെന്താ എന്നെ തൂക്കി പോലീസ് എടുക്കാൻ പോകണം? കാസറ്റിന്റെ ബാക്കി കാശ് എപ്പോ കൊണ്ടുവന്ന് തരും? എന്റെ പൊന്നും ബെഞ്ചമിൻ സാറേ, ഇങ്ങനെ ഇടിച്ച് കൂമ്പ് കലക്കരുത്. 1000 കാസറ്റ് കെട്ടി ഏൽപ്പിച്ചല്ലേ, അതിലെ ആകെ 4 എണ്ണമേ വിറ്റിട്ടുള്ളൂ. ഓക്കെ മോഷണ ടൂണെന്നാ എല്ലാരും പറയണേ. പറഞ്ഞ നീയാണല്ലേ പ്രസാദ്? അതെ. സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? കഴിഞ്ഞ ഓണത്തിനിറങ്ങിയ ആനവായിൽ അമ്പഴങ്ങ എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത്? അതെ. നല്ല സെയിൽസ് ആയിരുന്നല്ലേ? ഏകദേശം ഒരു 1 ലക്ഷത്തിന്റെ അടുത്ത് പോയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഈ ഓണത്തിന് ആ കാസറ്റിന്റെ 2ാം ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ നിന്റെ വായി ചേന ഞാൻ പുറത്തിറക്കും. ചൊറിയും സാർ. അല്ല, ചെറിയാനോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഓഹോ, ഇറക്കി വിട്ടേര് മാത്രമേ എന്റെ കാസറ്റ് വാങ്ങിക്കുന്നല്ലേ താൻ പറഞ്ഞത്? താൻ എന്നെ അവമാനിക്കാൻ വേണ്ടിയില്ല അങ്ങനെ പറഞ്ഞേ? അല്ല സാറേ, ഞാൻ പറഞ്ഞത് സത്യ. ആണോ? അപ്പൊ ആരോട് ചോദിക്കണമെന്ന് പറഞ്ഞേ? അത് ഞാനും എന്റെ കൂട്ടുകാരൻ ഫ്രെഡിയും അതിനകത്ത് പാടിയിട്ടേ ഉള്ളൂ. ബിസിനസ് കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒരു വിൽപ്പനയില്ലാത്ത കാസറ്റ് അത്. പിന്നെ 1 ലക്ഷം കാസറ്റ് വിറ്റു എന്ന് പറഞ്ഞതോ? അത് 1 ലക്ഷം കാസറ്റ് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറയായിരുന്നു. നോക്കിച്ചത് തെറ്റാ. അപ്പൊ മിസ്റ്റർ പ്രസാദിന് അമ്പഴങ്ങ കാസറ്റ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല? ഇല്ല. ഞാൻ സാറിന് വേണ്ടി അങ്ങേരോട്ട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം. ഓക്കെ, അത് മതി. ഞാൻ പൊക്കോട്ടെ. അവിടെ നിന്നേ അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ നിരാശപ്പെടുത്തരുത്. ആയിക്കോട്ടെ. ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. അയ്യോ പാവം. കുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഇങ്ങോട്ട് ഇറങ്ങി ഓടാത്തണ്ടികളെ. എന്നെ കണ്ടപ്പോ എന്തിനാടാ ഒളിച്ചത്? ഒളിച്ചപ്പാണ് സാർ കണ്ടത്. നീ ആരാടാ? ബോംബെ വന്ന ഗൂർക്ക വാസു. അപ്പൊ നീ ആരാടാ? ഞാൻ ചിന്ന കൂർക്ക. ജീപ്പിനകത്ത് എന്തെങ്കിലും ഉണ്ടോടാ? ഇതിനകത്ത് സത്യമായിട്ടൊന്നുമില്ല സാർ. ഇതിന് മുമ്പേ പോയ വണ്ടിയില് ഈ വാസു ഒരു ബോള് മുതലാളിയുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തയച്ചാ. അത് പൊട്ടുവന്നറിയാം കിട്ടുവന്നറിയാൻ വേണ്ടി ഫോളോ ചെയ്തോണ്ടിരിക്കുക. ഈ പരിശോധന കഴിഞ്ഞിട്ട് ഫോളോ ചെയ്താൽ മതി. പരിശോധിക്കാം. അടിക്കടി ഇവിടൊക്കെ വരാറുണ്ടോ? ഇല്ല ഇല്ല. അടിക്കടി ഇത് അനങ്ങാറുണ്ടോ? പേടി വരുമ്പോ മാത്രം. അപ്പൊ എന്നെ പേടിയില്ല? പേടിയുണ്ട്. അരങ്ങ എല്ലാം പരിശോധിച്ചു, ഒന്നുമില്ല സാർ. ഞാൻ പറഞ്ഞല്ലേ അതിലൊന്നുമില്ലെന്ന്. അതെ. ഇവരെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. തോമസേ, അതിങ്ങ് എടുക്ക്. എന്റെ പൊന്ന് സാറേ, ഞങ്ങളെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലരുത്. കുഞ്ഞു പ്രാരാബ്ദമുള്ളതാണ്. മ്യൂസിക് ഇഷ്ടമാണോ? അല്ലേ? ഗുഡ്, വെരി ഗുഡ്. അതിങ്ങ് എടുക്കണോ? ഇത് ഞാൻ സംഗീതം പറഞ്ഞ ഗീതഗാനങ്ങളാണ്, കേൾക്കണം. അയ്യേ, താങ്ക്സ് പോരാ, 72 രൂപ വേണം. ഞങ്ങൾ കാശ് എടുത്തില്ല സാർ. സാരമില്ല, കാശ് 10-ാം മൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ മതി. 6 എണ്ണം എടുത്താ 3 എണ്ണം ഫ്രീ. ഓർമ്മയിലിരിക്കട്ടെ, 10-ാം മൂട് പോലീസ് സ്റ്റേഷൻ, 72 രൂപ. ഫോളോ മീ. പരമേശ്വര പരമേശ്വര. കഷ്ടം. Hello, stop please. What's the matter? എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. I see, very good. ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും? Okay. ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. I was in Canada. I see, very good. What's your name? I'm Miss Nandini Menon. ഞാൻ സഹായിക്കണോ? സഹായിക്കാൻ ഇവിടെ നിന്നാലേ സ്റ്റേഷനിൽ എന്നെ സഹായിക്കാൻ ഞാൻ വേറെ ആളെ വെക്കേണ്ടി വരും. അയ്യടാ, പെണ്ണുങ്ങളെ സഹായിക്കാൻ എന്തൊരു ഉത്സാഹം. സോറി, ഞാൻ അല്പം ബിസിയിലാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു മെക്കാനിക്കിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഓക്കെ? Yes sir, I'll be very thankful. It's all right. മ്യൂസിക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ റോക്ക് റാപ്പ് കേൾക്കണം, ഇഷ്ടാവും. ഇങ്ങനെ നോക്കി നിന്നാ മതിയോ? കേറണ്ണ 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 വീട്ടിൽ വലിഞ്ഞ് കേറണ്ണ. നമ്മുടെ പെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. ശരിയാ,
നമ്മുടെ കാരണവന്മാർ നേതൃത്വ മനോഹരമായ പാട്ടുകൾക്കിടയ്ക്ക് ഇങ്ങനെ റാപ്പ് കുത്തി കേട്ടണോ സാറേ? എടാ സ്റ്റുപ്പിഡ് ഫെലോ, നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം, സായിപ്പന്മാരും ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന, അറിയോ? അതിനിങ്ങനെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട് കാര്യം. സായിപ്പന്മാര് നമ്മുടെ പാട്ടായി തന്നെ പാടണം. എങ്കിലല്ലേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചു എന്നെ വേണം തല്ലാൻ, ഒരു മ്യൂസിക് സെൻസും ഇല്ലാത്ത കഴുതകൾ. ഞാൻ പാടുന്നതിനനുസരിച്ച് ഇയാൾ അങ്ങ് വായിച്ചോണ്ടാ മതി, ഇല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കി ജാമ്യമില്ല വകുപ്പുണ്ടാക്കി നിന്നെയൊക്കെ ചാർജ് ചെയ്യും ഞാൻ. Love is strong but life is short. Life is short but life is about. Love is strong but life is short. Life is short but life is about. കടലിനക്കരെ പോണോരെ, കണ്ണാപ്പുന്നിന് പോണോരെ. ഒരു കാര്യം പറയാനുണ്ട്, സീക്രട്ടാ. എന്റെ വായിൽ അമ്പഴങ്ങയുടെ കാര്യം പറയാനാണോ? അതല്ല സാർ, പിന്നെ ഒരു ബോംബിന്റെ കാര്യം. അല്ല സാർ, ഇവനല്ല സാർ, അത് അന്ന് സാർ കാറാന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടി. ആ പെണ്ണിന് ബോംബ് അത് സാർ ഒന്നും വന്നേ, സീക്രട്ടാ, ഒന്നും വന്നേ. പോലീസിൽ ഇങ്ങനെ കുറെ ആൾക്കാരുള്ളത് കൊണ്ടാ പോലീസ് ഓർക്കസ്ട്ര കേരളത്തിൽ നിർത്തലാക്കിയത്. അത് ശരിയാ. എന്ത് ശരി? നോൺസെൻസ്. ബോംബ് പൊട്ടി അവള് മരിച്ച ശേഷം വിവരം എന്നെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? ഒരു കൊലപാതകം തെളിച്ച് പ്രമോഷൻ കിട്ടാനുള്ള ചാൻസ് എനിക്ക് മിസ്സായി. സാർ എന്തൊക്കെയാ പറയണേ? എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് ഇന്ന് തന്നെ ഈ വിവരം അറിയിക്കണം സാർ. അയ്യോ, ഇന്ന് പറ്റില്ല. എന്താ? പോലീസ് ക്ലബിൽ ഒരു ഗാനമേള ഉണ്ട്. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. അവളെ കണ്ടുപിടിച്ച് വേണ്ടതെന്താണ് ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ കൂടി ഒന്ന് അറിയിക്കണം സാർ. അതെന്തിനാ? അല്ല, അത് വെറുതെ അറിഞ്ഞിരിക്കാലോ. Start the music. Love is long but life is short. Life is short but life is about. Life is short, life is short. Life is short, life is short. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. Life is short, life is short. മാറുകോഴി. ആരാ? ഞാൻ ചോദിക്കില്ലേ? ഓ. ആരാ? ഞാൻ. ഇരിക്കുമ്പോ വാലാടണ്ട. കുടുംബത്തൊരാള് വന്നാ ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട്. ആരാ? ഞാൻ. എന്താണ് വിളിക്കണത്? ഇക്കൂട്ടത്തിൽ ശരിക്കും ആരാ എന്ന് ചോദിക്കാൻ അർഹതയുള്ള തല ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ കാർത്തിയാനി കുഞ്ഞമ്മേ. ഉം. ആരാ? ഞാൻ ബെഞ്ചമിൻ സി കുരുവിള. നസ്രാണിയാണല്ലേ? അല്ല, ക്രിസ്ത്യാനിയാണ്. ഇനി വല്ല മുനിസിപ്പാലിറ്റിന്നും വന്നതാണോ? അല്ല. പിന്നെ ഞാൻ ആര് എന്നത് പ്രശ്നമല്ല. ഇത് മിസ് നന്ദിനി മേനോന്റെ വീടാണോ എന്നാണ് എനിക്കറിയേണ്ടത്. അതെ. ഒരു കോറസിന്റെ ആവശ്യമില്ല. ഓ. നിങ്ങളൊക്കെ നന്ദിനിയുടെ ആരാ? ഞാൻ ചെറിയമ്മായി. ആ. ഞാൻ വലിയമ്മായി. ഞങ്ങള് ഭർത്താക്കന്മാരാ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാനും ഭർത്താവാ. ഏ? നന്ദിനിക്കുട്ടിയുടെ ഭർത്താവാകാൻ പോണ ആളാ. അയ്യോ പാവം. സാർ എന്ത് കൃത്യമായിട്ട് പറഞ്ഞു. സാർ, ഞാൻ മീനാക്ഷി, ഇവിടുത്തെ. കുതിരക്കാരിയാണല്ലേ? അയ്യേ. അയ്യോ, എന്തൊരു തമാശ. പിന്നിരിച്ചോണ്ട് നിൽക്കാതെ പോയി നന്ദിനി മോളെ വിളിച്ചോണ്ട് വാ. അയ്യോ, അതെ, ആരാണെന്ന് പറയണം. ഒരു അഭ്യുദയകാംക്ഷയാണെന്ന് പറഞ്ഞാൽ മതി. എന്ത് കാമാക്ഷി? അഭ്യുദയകാംക്ഷ. മനസ്സിലായി, മനസ്സിലായി. അയ്യോ, മനസ്സിലായി. ബോംബോ? ഞാൻ പറഞ്ഞത് തമാശയല്ല. ഐ എം വെരി സീരിയസ്. വിശ്വസിക്കാവുന്ന ഒരാൾ തന്ന റിപ്പോർട്ടാണ്. ആര്? കാർ മെക്കാനിക് പ്രസാദ്. You mean that stupid guy? സാറിന് ഫൂളാക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയ കള്ള കഥയാണിത്. What? Sure. എന്റെ പുറകെ 1-2 പ്രാവശ്യം വേഷം കെട്ടുകൊണ്ട് വന്നതാ. ഒരു റൊമാൻറ്റിക് ലൈൻ. ആണോ? Of course. I'm telling the fact. എന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സാറിനെ കരുവാക്കിയതാ. ഓഹോ. അയാളുടെ വാക്കും കേട്ട് സാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചല്ലോ. How stupid. Oh, I'm sorry. എന്നെ അവൻ ഫൂളാക്കി എന്നാണോ നന്ദിനി പറയുന്നത്? ഓ, ഇത്രയും പറഞ്ഞിട്ട് സാറിന് ബോധ്യാവുന്നില്ലേ? ഓക്കെ. ബെഞ്ചമിൻ സി കുരുവിളെ ഫൂളാക്കി ഒറ്റൊരുത്തനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. സോറി ടു ട്രബിൾ യു. It's all right. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എന്റെ റോക്ക് റാപ്പ് കാസറ്റ് കേട്ടോ? കേട്ടു. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? പോലീസുകാർക്കിടയിലും കള്ളന്മാരുണ്ടെന്ന് മനസ്സിലായി. മുഴുവൻ ട്യൂണും മോഷണോ? താങ്ക് യു. അയ്യോ, ഓടല്ലേ വീഴും. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. ഒരു വാക്കോ. സാറായിരുന്നോ? സാർ എന്താ ഇവിടെ? ഞാൻ തന്നെ ഒന്ന് കാണാൻ വന്ന.
ഞാനിവിടെ അല്ല, ഞാൻ അവിടെയാണ് സാർ. അതെനിക്കറിയാം. എനിക്ക് പ്രമോഷൻ കിട്ടാൻ വകുപ്പുള്ള ഒരു കോള് താനെന്നല്ല പറഞ്ഞിരുന്നല്ലോ. അവളെ കണ്ടോ സാർ? ആ കണ്ടു. എന്റെ പ്രതീക്ഷകൾക്ക് അതീതമായിരുന്നു. തന്നെ കുറിച്ച് അവൾ ഏറെ തിരക്കി. എന്റെ ഈശ്വര, അവൾ ആരാണ്? എവിടെയുണ്ട്? എന്താണ് സാർ പേര്? അയ്യോ, തോക്ക്. തോക്കല്ലത് കയ്യാ. അടി റാസ്കൽ. അവൾ ആരാണ്, എന്താണ്, എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇട്ടാ പൊട്ടാത്ത ഒരു കള്ള ബോംബിന്റെ കഥ പറഞ്ഞ് നീ എന്നെ വെറും മാമയാക്കിയല്ലടാ. മാമ? ഞാൻ സാറിനെ മാമാന്ന് വിളിക്കോ? ഞാൻ പറഞ്ഞിട്ട് സത്യമാണ് സാർ. വേണ്ട, കള്ള സത്യം പറഞ്ഞ് എനിക്കിട്ട് ഇനിയും ബോംബ് വയ്ക്കാന്ന് കരുതണ്ട. മേലിൽ അവളെ കുറിച്ച് അന്വേഷിക്കുകയോ കണ്ടാൽ നീ ഫോളോ ചെയ്യോ ലൈൻ അടിക്കോ ചെയ്താൽ നിന്റെ ലൈസൻസ് കട്ട് ചെയ്ത് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. അത് മാത്രം കട്ട് ചെയ്യരുത് സാർ, എനിക്ക് ഇനി ആവശ്യമുള്ളതാ. ആ ഇവിടൊക്കെ തന്നെയുള്ള പാർട്ടിയാ. ടുലറ്റ് ബോർഡ് കണ്ട് അന്നേ ഞാൻ നോട്ട് ചെയ്ത ഈ വീട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. But your sweet lips, all that are for so to the past, that pretends that we together all alone. I'll know the man to stand that you could I know, and you can tell your friend there with you. You have to go. റെഡി? എനിക്ക് ഇത്തിരി വെള്ളം. നന്ദിനി ഇവിടെ വെക്കില്ലേ? നന്ദിനി ഇവിടെ ഇല്ല. നന്ദിനി ഇവിടെ ഇല്ലേ? പിന്നെ ഇവിടെ പോയി? ഭർത്താവും കുട്ടിയും കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന്. ഭർത്താവും കുട്ടിയോ? ഇനി കാനഡയിൽ വെച്ചുള്ള വല്ല ബന്ധുവായിരിക്കോ? എന്താ വക്കീലൊന്നും വേണ്ടാത്തത്? ഏയ്, നന്ദിനി കുട്ടിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കോ? ഇതിലെന്തോ ഒരു ചതിയുണ്ട്. ഏതവനാ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയതെന്ന് വല്ല വിവരമുണ്ടോ? കേട്ട് പരിചയമുള്ള പേരാ, ഒരു ബെഞ്ചമിൻ സി കുരുവ. അയാളല്ലേ നന്ദിനിയെ കാണാൻ നമ്മുടെ വീട്ടിൽ വന്ന ആകാംക്ഷി? അതെ അതെ. ആ, അവന്റെ അഡ്രസ് കിട്ടിയിട്ടുണ്ട്. അവന്റെ അന്നത്തെ വരവും ഭാവവും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവൻ പ്രശ്നക്കാരാണ്. എന്തായാലും കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതെന്നെ മഹാഭാഗ്യം. ആ പിന്നെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെറുതെ ചുറ്റിക്കിടക്കണ്ട. നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ, നിങ്ങൾ തപ്പി പിടിച്ചോളാം. പൊക്കോളൂ പൊക്കോളൂ. പിന്നെ രാജേന്ദ്ര, ബഹളത്തിനും ഒച്ചപ്പാടിനൊന്നും നിൽക്കരുത്. വളരെ തന്ത്രപരമായിട്ട് വേണം സംസാരിക്കാൻ. ഇയാള് തന്നെ. ബെഞ്ചമിൻ സാറോ? അതെ. വക്കീൽ എന്താ ഇവിടെ? കാര്യം ബെഞ്ചമിൻ അറിയാലോ. എന്ത് കാര്യം? കണ്ണടച്ചിട്ടാക്കാൻ നോക്കണ്ട. കൂൾ ഡൗൺ. മിസ്റ്റർ ബെഞ്ചമിൻ, നിങ്ങളെ പോലുള്ള ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഓഹോ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. വക്കീൽ സാറേ, ഇതെന്റെ തൊഴിലാണ്. ഇതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യം ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വേലി തന്നെ വളർന്നു നിന്നാലോ? കാത്തു സൂക്ഷിക്കുന്ന വേലി വിശപ്പ് സഹിക്കാൻ ഇത്തിരി വിളവൊക്കെ തിന്നൂന്ന് വരും. അതിൽ ആർക്കും ഒരു കുറവും സംഭവിക്കാൻ പോണില്ല. പോരാത്തതിന് ഇപ്പൊ ഓണ സീസൺ. ഓണ സീസണോ? ഇതിലും ഉണ്ടോ ഓണ സീസണും വിഷു സീസണും ഒക്കെ? പിന്നെ അല്ലാതെ 10 കാശുണ്ടാക്കാൻ പറ്റിയ സമയമാണിപ്പോ. സോദര ലീവ് എടുത്താ ഞാൻ ഈ പണി ചെയ്യുന്നത്. കാശുണ്ടാക്കാൻ ഞങ്ങളുടെ പെങ്കൊച്ചിനെ കിട്ടിയുള്ളൂ. പെങ്കൊച്ചോ? ഏത് പെങ്കൊച്ച്? സാറിന് അറിയില്ലല്ലേ? നീ ഇന്ന് വട്ടം ചോട്ടാതെ പെങ്കൊച്ചി കൂടെ ഇറക്കിവിടോ. ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് എന്തോ തെറ്റ് പറ്റിയിരിക്കുന്നു. വക്കീലെ, അകത്തിനും സംസാരിക്കാം. എന്താടാ? ഈ കുട്ടിയെ എനിക്കറിയാം. ഒരു മുഖം ഒറ്റ പ്രാവശ്യം കണ്ടാ മതി, ഞാൻ മറക്കില്ല. ഭർത്താവും കുട്ടിയും വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന ഡോക്ടർ പറഞ്ഞത്. അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്. നന്ദിനിയെ കണ്ടുപിടിച്ച് തരുന്നവർക്ക് 5 ലക്ഷം രൂപ വരെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. 5 ലക്ഷം രൂപയോ? അതെ. ഓ, എനിക്കൊരു കാസറ്റ് ഫാക്ടറി തുടങ്ങാനുള്ള വകുപ്പായി. അല്ല, എന്നാ ഈ ഓഫർ കാണിച്ച് നമുക്ക് പത്രത്തിലും ടിവിയിലൊക്കെ ഒരു പരസ്യം കൊടുത്താലോ? വേണ്ട വേണ്ട, അതൊക്കെ കുട്ടിയുടെ ഫ്യൂച്ചറിന് ദോഷം ചെയ്യും. വക്കീലെ, 5 ലക്ഷം രൂപ റെഡിയാക്കി വെച്ചോ. ഇത് എനിക്ക് വിട്ടുതന്നേരെ. മിസ് നന്ദിനി മേനോൻ ഈ പ്രപഞ്ചത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബെഞ്ചമിൻ സി കുരുവിള തപ്പിയെടുത്ത് തന്നിരിക്കും. ഇത് ഇന്ദുവിന്റെ ബന്ധുക്കളാന്നുള്ള കാര്യം ഉറപ്പാ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഈ ബന്ധുക്കൾ ഇന്ദുന്റെ ഇരിക്കുള്ളൂ. അമ്മയ്ക്ക് അയ്യോ, ഇന്ദു! കർത്താവേ, കർത്താവല്ല ഇന്ദു, വാടാ.
പുറത്തുനിന്ന് വെയില് കൊണ്ട് കറുത്തതേ ഇവരെ പോലെ നീ ഇവിടെ വെച്ച് വെളുക്കൂടാ നോക്കിക്കോ. ഇതാ ഇതെല്ലാം നെഞ്ചത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് മണ്ണിട്ട് മൂടിതേ. ഇതെന്ത് ചെയ്യും? നിന്റെ തലയിൽ കുഴിച്ചിടാ. വക്കീലെ എല്ലാ കാര്യങ്ങളും സീക്രട്ട് ആയിരിക്കണം. ഒരു വക്കീലിനോട് പറയേണ്ട വല്ല കാര്യമുണ്ട്. ശരി പോയി. ഓക്കെ, 5 ലക്ഷം രൂപ പോക്കറ്റിലായി. അയാള് നമ്മളെ കണ്ടെന്ന് തോന്നണേ. അയൽവാസിക്ക് ഇയാളൊരു പാരയാവുന്ന ജോലിസം പറഞ്ഞ അത്ര ശരിയല്ലേ? ഇത് വെറും പാരയല്ല, ഒരു കട്ടപ്പാര. ഈ പണ്ടാറ തിണ്ടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് ചാടി മേലോട്ടേക്ക് ചാടി, മേലോട്ടേക്ക് ചാടി, 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 ചാടി. എന്തിനാടാ എന്നെ കണ്ടപ്പോ കുനിഞ്ഞത്? ആര് കുനിഞ്ഞു? ഞാനോ? നീ കുനിഞ്ഞോ? ഞാൻ കുനിഞ്ഞു. സിറ്റിംഗ് എടുത്തു. സിറ്റിങ്ങോ? അതെ, ഇങ്ങനെ. മതി മതി മതി, നിർത്ത്. നിർത്തി. ഇനി കൂടുതൽ ഇരുന്നാ തെറിക്കും. അതെ അതെ, തെറിക്കും. സാറ് പറഞ്ഞതിന്റെ അപ്പുറം എന്നെ ചെയ്യരുത്. ആരാ സാറേ ഇപ്പൊ കാറിൽ വന്നത്? സാറിന്റെ ബന്ധുക്കളാ? ആ, ബന്ധുക്കളാണ്, പക്ഷെ എന്റേതല്ല. ദാ ഇവളുടെ. ഇത് ആ പെണ്ണല്ലേ? മറ്റേ പെണ്ണ്, ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞ ആ പെണ്ണ്. ആ, അവള് തന്നെ. സാറേ കുട്ടിക്ക് എന്ത് പറ്റി? ഇവളെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അത് മാന്യനായ എന്റെ പേരും പറഞ്ഞു. ആരാടാ ഈ വൃത്തിയുടെ പറടാ, നീയൊക്കെ അല്ലേ അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്ന? രോമം ഇല്ലല്ലോ. വളരുന്നേ ഉള്ളൂ. ആ, സാർ അന്ന് എന്റെ ലൈസൻസ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊക്കെ പാടെ നിർത്തി. അയ്യോ, പൈസക്ക് ടൈറ്റ് വന്നപ്പോ എന്റെ ലൈസൻസ് നേരത്തെ കട്ട് ചെയ്തു. ആരായിരുന്നാലും 48 മണിക്കൂറിനുള്ളിൽ അവനെ ഞാൻ തപ്പിയെടുത്തിരിക്കും. ആ തെണ്ട് പിന്നെ ആയുഷ്കാലം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത പണി എനിക്കറിയാം. ജാമ്യം കിട്ടാത്ത വകുപ്പ്. നാട്ടുകെട്ടിലിൽ അവനെ കിടത്തി ഉരുട്ടില്ല. ഇതിനൊക്കെ കാരണക്കാരൻ ആ മത്തായച്ചന. അയാളെ ഇന്ന് എടോ മത്തായിച്ച, താൻ ആരുടെ അച്ഛനാണോ? ഞാൻ ചവിട്ടി പറ്റിയ എന്നെല്ലാരും പറയുന്നെല്ലാരും. മത്തായിച്ചേ, എന്താണോ വീഴ്ച നോക്കണത്? ഇങ്ങോട്ട് വേണോ? ഇങ്ങോട്ട് വേണോ? കമ്മിറ്റിന് പോയി. എന്താ വിളിച്ചത്? എടോ മത്തായിച്ചാന്ന്. എടോ, താൻ കാണിച്ച പോക്കൃത്തരത്തിന് എടോ എന്നല്ല വിളിക്കേണ്ടത്. വിളിക്കരുത്. ആ ചാൻസ് എനിക്ക് തരുത് ജ്യേഷ്ഠ. നീ വിളിച്ചോ. താങ്ക് യു. എടാ മൈദ മാവ്, എടാ PWയുടെ മോനെ, നീ വല്ലാണ്ട് കളിച്ചില്ലാണ്ടാവട്ടോ. നീ എന്തുട്ട ഈ തൊപ്പി വെച്ചേക്കാ? വെള്ളം അടിച്ചുകൊണ്ട് രാത്രി പരിശുദ്ധമായ ഹോസ്പിറ്റലിന് മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് സൂക്ഷിക്കണം. ഐ ആം യുവർ ബോസ്. കാര്യം തന്റെ ഒരു ബോസ് ഹോസ്പിറ്റലല്ല, മോർച്ചറിയാ. കാറുകളുടെ മോർച്ചറി. ഇവിടെ പണിക്കുന്ന ഏതെങ്കിലും ഒരു കാറ് പണി കഴിഞ്ഞ് പുറത്തു പോയിട്ടുണ്ടോ? നമ്മൾ തന്നെ ഇതിന്റെ വർക്കേഴ്സ്. നമ്മളാണല്ലേ? സോറി. ഞങ്ങളോട് വാക്ക് ചോദിക്കാതെ കണ്ണിക്കണ്ട കാക്കി കുപ്പായക്കാരനെയൊക്കെ അയൽപക്കത്ത് കൊണ്ടുവന്ന് കുടിയിരുത്ത തനിക്കങ്ങനെ ധൈര്യം വന്നോ? എടോ, എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ താമസിപ്പിക്കും. അത് ചോദിക്കാൻ നിങ്ങളൊക്കെ ആരാ? അത് തീരുമാനിക്കേണ്ടത് ഞാനാ. ഞങ്ങളിപ്പോ പൊക്കോളാം. പക്ഷെ താൻ ചെവിയിൽ നുള്ളിക്കാട്ടോ. ഇന്നേക്ക് 1 മാസത്തിനകം വേണമെങ്കിൽ എഴുതി വെച്ചോ. അയാൾ അവിടുന്ന് കെട്ടിടിച്ച് പെട്ടിടിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പ്രസാദല്ല. നീ വാടാ, നീ വാടാ. ചതിക്കല്ലട മക്കളെ. കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ഒരു കണ്ടീഷൻ പാർട്ടിയാ. പാര വെക്കല്ലടാ. ഡോണ്ട് യൂസ് പാര. നിങ്ങൾ എന്റെ മക്കളെ പോലെ അല്ലടാ. മൈ സൺസ്. പോയിസൺ ആവരുത്. വേണ്ട വേണ്ട, ഗ്രീസ് ഇടല്ലോ. നിന്നി വേണ്ട. ഗ്രീസ് ഇടില്ല. നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാം. അയാളെ അവിടുന്ന് പറഞ്ഞു വിടുന്നതിൽ കുറഞ്ഞൊരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല. പറഞ്ഞു വിടാ. എന്നാ പറ്റിയൊരു പാർട്ടി നിങ്ങൾ കൊണ്ടുത്താ അന്ന് ഞാൻ അയാളെ ചവിട്ടി വെളിയിലാക്കും. പക്ഷേ അതുവരെ അയാൾ ഞങ്ങളെ വീട് മുറ്റത്ത് കയറുകയോ പ്രസാദിന്റെ ഭാര്യനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ. പ്രസാദിന് ഭാര്യയോ? ഭാര്യയല്ല, ഭാര്യയെ പോലെ. അപ്പൊ അതെ. നീ ചുറ്റിക്കളിക്കാതെ കാര്യം എന്താ വെച്ചാൽ തുറന്നു പറഞ്ഞോ. ഇല്ലെങ്കിൽ
നാട്ടുകാർ ചെവിയിൽ മുഴുവൻ ഇതെത്തിച്ച് നിങ്ങൾ രണ്ടിനെയും നാറ്റിച്ച് രണ്ടിനെ വിളിച്ച് ഓടി പോണം. നേരത്തെ വിളിച്ചത് എടോ മത്താഴ്ച എന്ന് വിളിച്ചു. ഒരബദ്ധം പറ്റിയതാ. ഞങ്ങളെ നേരത്തെ മൈസണ്ണല്ലേ വിളിച്ചത്. മത്താഴ്ചന്റെ മകനാണ്. ഇങ്ങനൊരു സാഹചര്യം വന്നെങ്കിലോ എന്ത് ചെയ്യും? ഞാൻ ചവിട്ടി പുറത്താക്കും. അയ്യോ, ഞങ്ങളെ ചവിട്ടി പുറത്താക്കരുത്. ഒരു ആവേശത്തിന് കെട്ടിപ്പോയി. സഹായിക്കണം. എല്ലാം പെട്ടെന്നായിരുന്നു. ആരില്ലാത്തൊരു പാവം പെൺകുട്ടിയാ. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഊരരുത് ബോധന. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എനിക്ക് ട്രീറ്റ് തരണം. ഞാൻ എന്താ ചെയ്യണ്ടെന്ന് മത്താഴ്ച പറ. നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഡിന്നർ. മത്തായി മയ്യത്തായി വർഷാപ്പ് ഹോളിയുടെ